ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് ട്ടോ നോക്കുന്നത്. ബേസിക് സയൻസിലെ 14ാമത്തെ ചാപ്റ്ററായ ജലം എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു SCRT സീരീസ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 14ാമത്തെ ചാപ്റ്ററായ ജലം എന്നുള്ള ചാപ്റ്റർ നോക്കട്ടോ. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ എന്താ കൊടുത്തിട്ടുള്ളത്? ഒരു പിക്ചർ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇവിടെ പഞ്ചായത്ത് നീർത്തട സംരക്ഷണ പദ്ധതി എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? നീരുറവാണ് കേട്ടോ, നീരുറവ്. പഞ്ചായത്ത് നീർത്തട സംരക്ഷണ പദ്ധതി എന്താണ് പേര്? നീരുറവ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിന് പഞ്ചായത്ത് പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രനിലെ ജലസാന്നിധ്യം ജീവന്റെ തെളിവോ? ആകാംക്ഷയോടെ ശാസ്ത്രലോകം. അതിനൊക്കെ ഒരു ആൻസർ ആയിട്ടാണ് ഇവിടെ കൊടുത്തത്. നോക്കാം. അമൂല്യമായ പ്രകൃതി വിഭവമാണ് ജലം. ഭൂമിയിലെ ജീവന്റെ ഉത്ഭവത്തിനും നിലനിൽപ്പിനും കാരണമായത് ജലത്തിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റു ഗ്രഹങ്ങളിൽ ജീവനെ തേടുന്ന ശാസ്ത്രജ്ഞർ ജലസാന്നിധ്യവും അന്വേഷിക്കാറുണ്ട്. ശ്വസനം, ദഹനം, വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളൽ തുടങ്ങിയ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം അനിവാര്യമാണ്. കണ്ണിന്റെ നനവും ശരീരത്തിന്റെ താപവും നിയന്ത്രിച്ചു നിർത്തുന്നതിനും ജലം ആവശ്യമാണ്. ചെടികൾക്ക് വളരാനും പ്രകാശ സംശ്ലേഷണത്തിനും ജലം വേണം. കൃഷി, വ്യവസായം, ഊർജോൽപാദനം, ഗതാഗതം എന്നിവയുൾപ്പെടെ എല്ലാറ്റിനും ജലം അത്യന്താപേക്ഷിതമായതിനാൽ അത് സംരക്ഷിക്കേണ്ടതും മലിനമാക്കാതെ സൂക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാണ്. കിണറുകൾ, അരുവികൾ, പുഴകൾ തുടങ്ങിയ ജലാശയങ്ങൾ നമ്മുടെ നാടിന്റെ സമ്പത്താണ്. ജലത്തിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ് നമ്മൾ ജലം യൂസ് ചെയ്യുന്നത്? കുടിക്കാൻ ഉപയോഗിക്കും അല്ലെ, കുളിക്കാന്, പാചകത്തിന്, അതുപോലെ വൃത്തിയാക്കാന്, അലക്കാന്, ഇതിനൊക്കെ നമ്മൾ ജലം യൂസ് ചെയ്യും. ഇനി എന്തുകൊണ്ടാവാം ജലം ഇത്രയേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്? ജലത്തിന്റെ ചില സവിശേഷതകൾ പരിചയപ്പെടാം. ഒന്നാമത്തത് എന്താണ്? ലേയത്വം അല്ലെങ്കിൽ സോലബിലിറ്റി ആണ് കേട്ടോ. ലേയത്വം. വ്യത്യസ്ത ബീക്കറുകൾ, അതിന് ഈ ഒരു ലേയത്വം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. വ്യത്യസ്ത ബീക്കറുകളിൽ എടുത്തിട്ടുള്ള ജലത്തിലേക്ക് കറിയുപ്പ്, പഞ്ചസാര, തേൻ, വിനാഗിരി, സോപ്പുപൊടി, ചെറുനാരങ്ങ നീര്, കാസ്റ്റിക് സോഡ എന്നിവ കുറച്ച് വീതം ചേർക്കുക. എന്നിട്ട് ഇവിടെ നിഗമനം ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ബീക്കറുകളിലെ ദ്രാവകങ്ങൾ നീല, ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് പരിശോധിക്കുക. പരീക്ഷണ ഫലം താഴെ രേഖപ്പെടുത്തുക എന്നാണ് പറഞ്ഞത്. അതായത് എന്തൊക്കെ പദാർത്ഥങ്ങളാണ് കൊടുത്തത്? ശുദ്ധജലം, കറിയുപ്പ്, പഞ്ചസാര, തേൻ, വിനാഗിരി, സോപ്പ് പൊടി, ചെറുനാരങ്ങ നീര്, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ആൽക്കലി. ഇത്രയും പദാർത്ഥങ്ങളിലും ഇത്രയും ദ്രാവകങ്ങളിലും നീല, ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് പരിശോധിക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ശുദ്ധജലത്തില് നീല ലിറ്റ്മസ് പേപ്പറിന് നിറവ്യത്യാസം ഇല്ലാന്ന് കൊടുത്തിട്ടുണ്ട്. ജലത്തിന് ക്ഷാര അല്ലെങ്കിൽ അമ്ല ഗുണമില്ല. എന്താണ് ക്ഷാരം എന്ന് പറഞ്ഞാൽ? ക്ഷാരം എന്ന് പറഞ്ഞാൽ ബേസിലെ, അപ്പൊ ബേസിക് സ്വഭാവമല്ല. അതുപോലെ അമ്ല ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? അസിഡിറ്റി. അപ്പൊ ഇത് രണ്ടും ശുദ്ധജലത്തിന് ഇല്ലാന്ന് മനസ്സിലായി. ഇനി അടുത്തത് കറിയുപ്പാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കറിയുപ്പിൽ ലിറ്റ്മസ് പേപ്പറിന് നിറവ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. അതുപോലെ അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ നിറവ്യത്യാസം ഇല്ലാത്തത്? ഈ ഒരു കറിയുപ്പ് ക്ഷാര അല്ലെങ്കിൽ അമ്ല ഗുണമില്ല, അല്ലെങ്കിൽ ബേസ് അല്ല, അതുപോലെ ആസിഡും അല്ല എന്ന് മനസ്സിലാവാം. ഓക്കെ, അടുത്തത് പഞ്ചസാര ആണ് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരക്ക് പഞ്ചസാരയും ഈ ഒരു നീല ലിറ്റ്മസ് പേപ്പർ വെച്ച് പരീക്ഷിച്ച് നോക്കുമ്പോൾ നിറവ്യത്യാസം ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ ജലത്തിന് ക്ഷാരഗുണം അതുപോലെ അമ്ലഗുണവും ഒന്നുമില്ല എന്ന് മനസ്സിലാവും. ന്യൂട്രൽ ആണെന്ന് മനസ്സിലാവും. അടുത്തത് തേൻ കൊടുത്തിട്ടുണ്ട്. തേൻ സാധാരണയായിട്ട് നിറവ്യത്യാസം ഒന്നും ഉണ്ടാവാറില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ക്ഷാര അമ്ലഗുണം ഇല്ല എന്ന് മനസ്സിലാവും. അടുത്തത് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി എന്താ ചെയ്യുന്നത്? വിനാഗിരി നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ വിനാഗിരി വിനാഗിരി അമ്ലഗുണം ഉണ്ടാവും കേട്ടോ. ആസിഡിറ്റി, അതായത് അമ്ലഗുണം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അമ്ലഗുണം. ഓക്കെ, ആസിഡ് ആണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത് സോപ്പ് പൊടിയാണ് കേട്ടോ. സോപ്പ് പൊടി ചുവപ്പ് ലിറ്റ്മസ് നീലയാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചുവപ്പ് ലിറ്റ്മസ് നീലയാക്കുകയാണ് ചെയ്യുന്നത്. നീല. ഓക്കെ, അപ്പൊ ഇതിന് ബേസ് ആണ് കേട്ടോ. ഇത് ക്ഷാരഗുണം ഉണ്ട് എന്ന് പറയാം. ക്ഷാരഗുണം അല്ലെങ്കിൽ ബേസ് ആണെന്ന് പറയാം. ക്ഷാരഗുണം. ഓക്കെ,
ഇനി ചെറുനാരങ്ങ നീരോ? ചെറുനാരങ്ങ നീര് ചെറുനാരങ്ങ നീര് നീല ലിസ്മസിനെ ചുവപ്പാക്കി മാറ്റുക ചെയ്യുന്നത്. അമ്ലമാണെന്ന് പറയട്ടോ, അമ്ലം. ഓക്കെ, അതായത് ആസിഡ് ആണ്. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ആൽക്കലി. ആൽക്കലിയിൽ എന്താണ്? നീല ലിസ്മസ്, അതായത് ചുവപ്പ് ലിസ്മസിനെ നീലയാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, ചുവപ്പിനെ നീലയാക്കുന്നു. ഓക്കെ, അപ്പൊ ക്ഷാരഗുണാണ് ഇവിടെ ഉള്ളത്, ക്ഷാരഗുണം അല്ലെങ്കിൽ ബേസ് ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ ഇത്രയാണ് നമ്മളോട് ഇവിടെ എന്താണ് പരീക്ഷണത്തിൽ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതപ്പോ നമുക്ക് എക്സാമിന് എന്താണ് എക്സാമിന് ചിലപ്പോൾ എന്താണ് ഈ ഒരു ഏതെങ്കിലും ഒരു പദാർത്ഥത്തിന്റെ പേര് തന്നിട്ട് ഇതിങ്ങനെ തന്നെ ചിലപ്പോൾ ചോദിക്കാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പൊ എക്സാമിലെ പാറ്റേൺ അനുസരിച്ച് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ. പലതരത്തിലുള്ള ലായനികൾ ഉണ്ടാക്കാൻ ജലം ഉപയോഗിക്കുന്നു. ജലത്തിന്റെ സ്വഭാവം അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് അനുസൃതമായിരിക്കും. വിവിധ ആവശ്യങ്ങൾക്ക് ജലം പ്രയോജനപ്പെടുന്നതിന് ഒരു കാരണം ഈ സവിശേഷ സ്വഭാവമാണ്. വ്യത്യസ്തമായ നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് ജലം ഒരു സാർവിക ലായകം എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ജലത്തെ സാർവിക ലായകം എന്നറിയപ്പെടുന്നത്? എന്താണ് വ്യത്യസ്തമായ നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ജലം ഒരു സാർവിക ലായകം എന്നറിയപ്പെടുന്നത്. അപ്പൊ സാർവിക ലായകം എന്താന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ജലം. അടുത്ത ഹെഡിങ് ആണ് കഠിന ജലവും മൃദുജലവും, ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ. രണ്ട് കോണിക്കൽ ഫ്ലാസ്കുകളിൽ ഒന്നിൽ നേരിട്ട് ശേഖരിച്ച മഴവെള്ളവും രണ്ടാമത്തേതിൽ അതേ അളവിൽ കുഴൽക്കിണറിൽ നിന്നുള്ള വെള്ളവും എടുക്കുക. രണ്ടിലും ഒരേ വലിപ്പത്തിലുള്ള രണ്ട് സോപ്പ് കഷ്ണങ്ങൾ ചേർക്കുക. രണ്ടും നന്നായി കുലുക്കുക. എന്താണ് കാണുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു പരീക്ഷണത്തിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? മഴവെള്ളം അല്ലെ, മഴവെള്ളം സോപ്പ് ചേർത്ത് കുലുക്കുമ്പോൾ എന്താണ് നന്നായിട്ട് പതയുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അതാ കിണർ വെള്ളം സോപ്പ് വേഗത്തിൽ പതയുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇതിന് അപ്പം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സോപ്പ് നന്നായി പതയാത്ത ജലത്തെ കഠിന ജലം എന്നും സോപ്പ് നന്നായി പതയുന്ന ജലത്തെ മൃദുജലം എന്നും പറയുന്നു. അപ്പൊ കിണർ വെള്ളം എന്താണ് നന്നായി പതയാത്ത ജലമാണ്, അതുകൊണ്ട് തന്നെ കഠിന ജലം എന്നും, മഴവെള്ളം എന്താണ് നന്നായി പതയുന്നത്, അതായത് സോപ്പ് നന്നായിട്ട് പതയുന്ന ജലമാണ്, അതുകൊണ്ട് തന്നെ അതിനെ മൃദുജലം എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ജലകാഠിന്യത്തിന് കാരണം എന്തായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഒരു പിന്നെന്താണ് എക്സ്പെരിമെന്റ് ഒക്കെ പറയുന്നുട്ടോ. അപ്പൊ ജലത്തിലെ ചില ലവണങ്ങളൊക്കെ അലിഞ്ഞു ചേരുന്നതാണ് എന്ത് ജലകാഠിന്യത്തിന് കാരണം. ഓക്കെ, ഇനി അങ്ങോട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ മണ്ണിലൂടെ ഒഴുകി വരുന്ന ജലത്തിൽ മണ്ണിലെ ധാരാളം ലവണങ്ങൾ ലയിച്ചു ചേരുന്നു. ഇത്തരത്തിൽ ലയിച്ചു ചേർന്ന ലവണങ്ങളാണ് ജലത്തെ കഠിനമാക്കി മാറ്റുന്നത്. മഗ്നീഷ്യം, കാൽസ്യം മുതലായ ലോഹങ്ങളുടെ ചില ലവണങ്ങൾ ലയിച്ചു ചേരുന്നതാണ് ജലത്തിന്റെ കാഠിന്യത്തിന് കാരണമാവുന്നത്. ഏതൊക്കെയാണ്? മഗ്നീഷ്യം, കാൽസ്യം മുതലായ ലോഹങ്ങളുടെ ചില ലവണങ്ങൾ ജലത്തിൽ ലയിച്ചു ചേരുന്നതാണ് ജലകാഠിന്യത്തിന് കാരണം. അപ്പോൾ മഴവെള്ളം മൃദുജലവും അതുപോലെ എന്താണ് കിണറിലെ വെള്ളം കഠിന ജലവുമാണ്. ഇനി ജലത്തിൽ ചേർക്കുന്ന പദാർത്ഥം ഒന്നും ചേർക്കുന്നില്ല, ശുദ്ധജലം. സോപ്പ് നന്നായി പതയുന്നില്ല. ജലത്തിൽ ചേർക്കുന്ന പദാർത്ഥങ്ങളൊന്നും ചേരാത്തത് എന്താണ്? നന്നായി പതയുന്നു നന്നായി പതയുന്നു മനസ്സിലാവും. ഓക്കെ, അതെന്താണ് നിഗമനം? അതായത് ജലത്തിൽ ചില ലവണങ്ങൾ, മഗ്നീഷ്യത്തിന്റെയും കാൽസ്യത്തിന്റെയും ലവണങ്ങൾ എന്താണ് അലിഞ്ഞു ചേർന്നിട്ടാണ് ജലം കഠിന ജലമായിട്ട് മാറുന്നത്. ഇനി ജലത്തിൽ എന്താണ് മഗ്നീഷ്യം ബൈകാർബണേറ്റും കാൽസ്യം ബൈകാർബണേറ്റും ചേർക്കാണ്. അപ്പൊ സോപ്പ് എന്താണ് നന്നായി പതയുന്നില്ല എന്നാണ് കാണാൻ പറ്റുന്നത്. കാരണം എന്താണ്? മഗ്നീഷ്യത്തിന്റെയും കാൽസ്യത്തിന്റെയും ലവണങ്ങള് ജലത്തിൽ അലിഞ്ഞു ചേർന്ന് ജലത്തെ കഠിനമാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് സോപ്പ് അതില് പതയാനും പ്രയാസമാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കട്ടോ, മഗ്നീഷ്യം കാൽസ്യം ബൈകാർബണേറ്റുകൾ ലയിച്ചു ചേർന്ന ജലത്തിന്റെ കാഠിന്യം താൽക്കാലികമാണ് കേട്ടോ. അപ്പൊ മഗ്നീഷ്യം കാൽസ്യം ബൈകാർബണേറ്റുകൾ ലയിച്ചു ചേർന്ന ജലത്തിന്റെ കാഠിന്യം എന്താണ്? താൽക്കാലികമാണ്. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കട്ടോ, താൽക്കാലികമാണ്. ഇത്തരം ജലം തിളപ്പിക്കുമ്പോൾ അതിന്റെ കാഠിന്യം ഇല്ലാതാകുന്നുണ്ട് കേട്ടോ. അപ്പൊ തിളപ്പിക്കുമ്പോൾ ഇതിന്റെ കാഠിന്യം ഇല്ലാതാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ജലത്തിന്റെ കാഠിന്യം താൽക്കാലികമാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, എന്നാൽ മഗ്നീഷ്യം കാൽസ്യം മുതലായ ലോഹങ്ങളുടെ സൾഫേറ്റ് ക്ലോറൈഡ് തുടങ്ങിയ ലവണങ്ങൾ ജലത്തിൽ ലയിച്ചു ചേർന്നാൽ അവയുടെ കാഠിന്യം തിളപ്പിച്ചു മാറ്റാൻ കഴിയില്ല. ഇത്തരം കാഠിന്യമാണ് സ്ഥിര കാഠിന്യം എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞെന്തായത് മഗ്നീഷ്യം കാൽസ്യം ബൈകാർബണേറ്റുകൾ ജലത്തിൽ ലയിച്ചു ചേർന്നാല് ജലത്തിലെ കാഠിന്യം എന്താണ്
ഉണ്ടാവും. പക്ഷെ അതെന്താണ്, അത് താൽക്കാലികമാണ്. ഇത്തരം ജലത്തെ എന്താണ് തിളപ്പിക്കുമ്പോൾ അതിന്റെ കാഠിന്യം ഇല്ലാതാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ മെഗ്നീഷ്യം, കാൽസ്യം മുതലായ ലോഹങ്ങളുടെ സൾഫേറ്റ്, തുടങ്ങിയ ലവണങ്ങൾ ജലത്തിൽ ലയിച്ചു ചേർന്നാൽ എന്താണ്, അവയുടെ കാഠിന്യം തിളപ്പിച്ചു മാറ്റാൻ കഴിയില്ല. ഇത്തരം കാഠിന്യമാണ് സ്ഥിര കാഠിന്യം എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഇനി മറ്റു വസ്തുക്കളുമായുള്ള ആകർഷണം. ഇനി അത് എന്താണ് ഇവിടെ പറയുന്നത്, ഒരു ബീക്കറിൽ പകുതി ഭാഗം ജലം എടുത്ത് അതിലേക്ക് ഒരു നേരിയ ഗ്ലാസ് ട്യൂബ് താഴ്ത്തി വെക്കുക. ബീക്കറിലെയും ഗ്ലാസ് ട്യൂബിലെയും ജലനിരപ്പ് താരതമ്യം ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഗ്ലാസ് ട്യൂബിലെ ജലനിരപ്പ് എങ്ങനെ കാണപ്പെടുന്നു? ചില തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ഗുണം കൂടുതലാണെങ്കിലും അതിനേക്കാൾ കൂടുതലാണ് ജലവും ഗ്ലാസും തമ്മിലുള്ള ആകർഷണം. അതിനാൽ ജലം ഗ്ലാസ് ട്യൂബിന് മുകളിലേക്ക് ഉയരുന്നു. ചേമ്പിലിയിൽ അല്പം വെള്ളം ഒഴിച്ചു നോക്കൂ, അത് നനയുന്നുണ്ടോ? നനയുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നതിൽ. അപ്പൊ ചേമ്പിലിയിലെ തന്മാത്രകൾ ജലതന്മാത്രകളും തമ്മിൽ ആകർഷണം വളരെ കുറവായതാണ് ഇതിന് കാരണം. അപ്പൊ ചേമ്പിലിയിൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ചേമ്പിലിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ എന്താണ്, ചേമ്പില് നനയുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. നനയുന്നില്ല എന്ന് മനസ്സിലാക്കാം. കാരണം എന്താണ്, ചേമ്പിലിയിലെ തന്മാത്രകളും ജലതന്മാത്രകളും തമ്മിൽ ആകർഷണം വളരെ കുറവായതാണ് ഇതിന് കാരണം. ഓക്കെ. ഇങ്ങനെ നിങ്ങളുടെ ചുറ്റിലും കാണപ്പെടുന്ന ജലം കൊണ്ട് നനയ്ക്കാൻ കഴിയാത്ത വസ്തുക്കളെ ലിസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്? ചേമ്പിലെ പോലെ തന്നെ താമര ഇലയും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതുപോലെ മെഴുകു പുരട്ടിയ കടലാസ്, പ്ലാസ്റ്റിക് ഷീറ്റുകൾ, എണ്ണമയമുള്ള പ്രതലങ്ങൾ, ഇതൊക്കെ എന്താണ്, ജലതന്മാത്രകളും അതുപോലെ തന്നെ എന്താണ്, ഇതിലെ തന്മാത്രകളും തമ്മിലുള്ള ആകർഷണം കുറവായതിനാൽ തന്നെ എന്താണ്, ഇത് നനയുന്നില്ല. ഈ വസ്തുക്കളൊന്നും നനയില്ല കേട്ടോ വെള്ളമാവുമ്പോ. എന്തൊക്കെയാ പറഞ്ഞത്? ചേമ്പില, താമരയില, മെഴുകു പുരട്ടിയ കടലാസ്, പ്ലാസ്റ്റിക് ഷീറ്റുകൾ, എണ്ണമയമുള്ള പ്രതലങ്ങൾ. ഓക്കെ. അപ്പൊ ഇവിടെയൊക്കെ എന്താണ് ഇങ്ങനെ നനയാത്തതിന് കാരണം? അതായത് ആ വസ്തുക്കളിലെ തന്മാത്രകളും അതുപോലെ ജലതന്മാത്രകളും തമ്മിലുള്ള ആകർഷണം വളരെ കുറവായതാണ് ഇതിന് കാരണം. ഇനി ജലത്തിന്റെ മറ്റു വസ്തുക്കളോടും ആയുള്ള കോണ്ടാക്ട് ആംഗിൾ. ഒരു പ്രതലത്തിൽ ജലം പരന്നൊഴുകുമ്പോൾ കോണ്ടാക്ട് ആംഗിൾ 0 ആകുന്നു. ഒരു പ്രതലത്തിൽ ജലം ഒഴുകാതെ ജലത്തുള്ളിയായി തന്നെ നിലനിൽക്കുമ്പോൾ കോണ്ടാക്ട് ആംഗിൾ കൂടുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പ്രതലവുമായി ഉള്ള ജലത്തുള്ളിയുടെ കോണ്ടാക്ട് ആംഗിൾ കൂടുമ്പോഴാണ് ജലം ആ പ്രതലത്തിൽ ജലത്തുള്ളിയായി തന്നെ നിലനിൽക്കുന്നത്. അതിനാൽ കോണ്ടാക്ട് ആംഗിൾ ജലവും മറ്റു പ്രതലവുമായിട്ടുള്ള ആകർഷണം അളക്കാൻ ഉപയോഗിക്കുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കൊന്നും കൂടി. എന്താണ് ഈ കോണ്ടാക്ട് ആംഗിൾ? ഒരു പ്രതലത്തിൽ ജലം പരന്നൊഴുകുമ്പോൾ എന്താണ്, കോണ്ടാക്ട് ആംഗിൾ 0 ആണ് കേട്ടോ ഉണ്ടാവുക, 0 ആണ്. എന്നാൽ ഒരു പ്രതലത്തിൽ ജലം ഒഴുകാതെ ജലത്തുള്ളിയായി നിൽക്കുമ്പോൾ അതായത് ഇപ്പൊ ചേമ്പിലയിൽ കണ്ടില്ല, ഇങ്ങനെ ജലത്തുള്ളിയായി തന്നെ നിൽക്കുമ്പോൾ കോണ്ടാക്ട് ആംഗിൾ കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ, കൂടുകയാണ്. ഇനി മറ്റൊരു രീതി പറഞ്ഞാൽ എന്താ, പ്രതലവുമായുള്ള ജലത്തുള്ളിയുടെ കോണ്ടാക്ട് ആംഗിൾ കൂടുമ്പോഴാണ് ജലം ആ പ്രതലത്തിൽ ജലത്തുള്ളിയായി തന്നെ നിലനിൽക്കുന്നത്. അതിനാൽ കോണ്ടാക്ട് ആംഗിൾ ജലവും മറ്റു പ്രതലവുമായിട്ടുള്ള ആകർഷണം അളക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, പ്രതലബലം. ഒരു ബീക്കറിൽ നിറയെ ജലം എടുക്കുക, അതിലേക്ക് സാവധാനത്തിൽ നാണയങ്ങൾ ഇടുക. ജലം കവിഞ്ഞു പോവാതെ എത്ര നാണയങ്ങൾ ഇടാമെന്ന് പരിശോധിച്ച് നോക്കൂ. ഓരോ നാണയം ഇടുമ്പോഴും പ്രതലത്തിന് എന്ത് മാറ്റമാണ് കാണുന്നത്? ജലോപരിതലം ഇങ്ങനെയാവാൻ കാരണമെന്ത്? ഓരോ കോയിൻ ഇടുമ്പോൾ എന്താണ്, ജലപ്രതലം ഇങ്ങനെ കൂടാൻ തുടങ്ങും അല്ലെ, കുറച്ച് കുറച്ചായിട്ട് കൂടാൻ തുടങ്ങും. ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ നടക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാവാം? ഒരു ടംബ്ലറിൽ എടുത്തിരിക്കുന്ന ജലത്തിന് മുകളിൽ സാവധാനത്തിൽ ഒരു ബ്ലേഡ് വെക്കുക. ബ്ലേഡ് ജലത്തിൽ താഴ്ന്നു പോകാതെ ജലനിരപ്പിൽ നിൽക്കാനുള്ള കാരണം വിശദീകരിക്കുമോ? ഇതുപോലെ ഒരു സൂചി ജലോപരിതലത്തിൽ വെക്കാമോ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനൊക്കെ എക്സാമ്പിൾ ആയിട്ട് എന്താ പറയുന്നത്? പ്രതലബലാണ് കേട്ടോ. തന്മാത്രകളുടെ പരസ്പരാകർഷണം മൂലം ജലോപരിതലത്തിന്റെ പരപ്പളവ് കുറയുന്ന വിധത്തിൽ ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതിനെയാണ് പ്രതലബലം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ചിത്രത്തിൽ നിന്നും ഉപരിതലത്തിലെ ജലതന്മാത്രകൾക്ക് അനുഭവപ്പെടുന്ന ബലം ഏത് ദിശയിലാണെന്ന് പറയാമോ? ഇതിന്റെ ഫലമായി ജലോപരിതലം വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു. ബ്ലേഡും സൂചിയും പൊങ്ങിക്കിടക്കുന്നത് ചില പ്രാണികൾക്ക് നടക്കാൻ കഴിയുന്നതും എല്ലാം ഇത് മൂലമാണ്. പ്രതലബലമാണ് ഇതിന് കാരണം കേട്ടോ. എന്താ പ്രതലബലം എന്നൊന്നും നോക്കാം. തന്മാത്രകളുടെ പരസ്പരാകർഷണം മൂലം ജലോപരിതലത്തിന്റെ പരപ്പളവ് കുറയുന്ന വിധത്തിൽ ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതിനെയാണ് പ്രതലബലം എന്ന് പറയുന്നത്.
ഇനി ഇവിടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ സാധാരണ വെള്ളത്തിൽ അലക്കുമ്പോഴാണോ സോപ്പ് വെള്ളത്തിൽ അലക്കുമ്പോഴാണോ എളുപ്പത്തിൽ വൃത്തിയാകുന്നത്? സോപ്പ് വെള്ളത്തിൽ അലക്കുമ്പോഴാണ് അല്ലെ. അപ്പൊ വസ്ത്രങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകുമ്പോഴാണോ തണുത്ത വെള്ളത്തിൽ കഴുകുമ്പോഴാണോ നന്നായി വൃത്തിയാകുന്നത്? ചൂടുവെള്ളത്തിൽ കഴുകുമ്പോഴാണ്. അപ്പൊ ജലത്തിന്റെ ഉയർന്ന പ്രതലബലം മൂലം അവയ്ക്ക് തുണികളെ എളുപ്പം നന്നായി നനയ്ക്കാൻ കഴിയില്ല. അപ്പൊ ജലത്തിൽ സോപ്പ് ചേർക്കുന്നതും ചൂടാക്കുന്നതും പ്രതലബലം കുറയ്ക്കുന്നു. ഇത് തുണി നന്നായി നനയുന്നതിനും അഴുക്ക് കളയുന്നതിനും സഹായിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതലബലം കുറച്ചു കൊണ്ടുവരുന്നത്? ജലത്തിൽ സോപ്പ് ചേർക്കുന്നതും ചൂടാക്കുന്നതും. ജലത്തിൽ സോപ്പ് ചേർത്ത് നമ്മൾ അലക്കിയാൽ എന്താണ് പെട്ടെന്ന് തന്നെ എന്താണ് അതിലെ അഴുക്കുകളൊക്കെ പോകുന്നതാണ് അല്ലെ. അതുപോലെ എന്താണ് പിന്നെന്താണ് അഴുക്ക് കളയുന്നതിനും സഹായിക്കുന്നുണ്ട്. സോപ്പ് ചേർക്കുന്നതും അതുപോലെ ചൂടാക്കുന്നു കേട്ടോ. ചൂടാക്കുമ്പോഴും പ്രതലബലം കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ സോപ്പ് ചേർക്കുമ്പോഴും പ്രതലബലം കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തതാണ് തിളനില എന്ന് പറയുന്നത്. എന്താ തിളനില? ഫസ്റ്റ് തന്നെ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പകുതി ഭാഗം ജലം നിറച്ച ഫ്ലാസ്കിനെ ഒരു സ്റ്റാൻഡിൽ ഉറപ്പിക്കുക. 2 ദ്വാരമുള്ള ഒരു കോർക്ക് കൊണ്ട് അടയ്ക്കുക. ഒരു തെർമോമീറ്റർ ബൾബ് ജലത്തിൽ തട്ടി നിൽക്കുന്ന രീതിയിൽ താഴ്ത്തി വെക്കുക. താപനില രേഖപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. താപനില വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ ഒരു നിശ്ചിത താപനിലയിൽ എത്തുമ്പോൾ താപം നൽകിയിട്ടും താപനില വർദ്ധിക്കാതിരിക്കുന്നതും കാണാം. ഇപ്പോൾ എന്ത് മാറ്റമാണ് ജലത്തിനുണ്ടാകുന്നത്? അപ്പൊ എന്താണ് ഈ താപനിലയാണ് ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് കേട്ടോ. അതായത് എന്താണ് നമ്മൾ പറഞ്ഞത്? അതായത് നമ്മൾ ചൂടാക്കുമ്പോൾ ഈ ഒരു ജലത്തെ നമ്മൾ ചൂടാക്കുമ്പോൾ താപനില വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ ഒരു നിശ്ചിത താപനിലയിൽ എത്തുമ്പോൾ താപം നൽകിയിട്ടും താപനില വർദ്ധിക്കാതിരിക്കുന്നത് കാണാൻ പറ്റും ട്ടോ. അപ്പോൾ എന്താണ് ഈ ഒരു പോയിന്റിനെയാണ് ആ ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത്. അപ്പൊ ജലത്തിന്റെ തിളനില 100°C ആണ്. അപ്പൊ നിങ്ങളുടെ പരീക്ഷണത്തിൽ തെർമോമീറ്റർ കാണുന്ന റീഡിംഗ് ഇത് തന്നെയാണോ എന്ന് വീണ്ടും താപം നൽകുമ്പോൾ താപനില വർദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. താപം പിന്നീട് എന്താണ് എത്ര താപം നൽകിയാലും തിളനില എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താണ് പിന്നീട് എത്ര താപം നൽകിയാലും അതിന്റെ എന്താണ് താപനില വർദ്ധിക്കുന്നില്ല. അപ്പൊ ജലം തിളയ്ക്കുമ്പോൾ ജലതന്മാത്രകൾ ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറുന്നു. കൂടുതലായി ലഭിക്കുന്ന താപോർജ്ജം ഉപയോഗിച്ച് ജലതന്മാത്രകൾക്കിടയിലെ ആകർഷണ ബലത്തെ മറികടക്കുന്നു. അതായത് ലഭിക്കുന്ന താപം അവസ്ഥാ പരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ഹെഡിങ് ആണ് മർദ്ദവും തിളനിലയും. ദ്രാവകത്തിന്റെ തിളനില അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാധാരണ ഭൂമിയുടെ പ്രതലത്തിന്റെ അന്തരീക്ഷ മർദ്ദം 1 അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ 1 ATM ആണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ദ്രാവകത്തിന്റെ തിളനില അന്തരീക്ഷ മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സാധാരണ ഭൂമിയുടെ പ്രതലത്തിന്റെ അന്തരീക്ഷ മർദ്ദം എന്താണ്? 1 അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. പക്ഷെ ഉയരം കൂടുന്നതിനനുസരിച്ച് മർദ്ദം കുറഞ്ഞു വരുന്നുണ്ട്. ഒരു ബോയിലിംഗ് ട്യൂബിൽ പകുതി വരെ ജലമെടുത്ത് ജ്വാലയ്ക്ക് മുകളിൽ വെച്ച് തിളപ്പിക്കുക. ജ്വാല അണച്ച ശേഷം ബോയിലിംഗ് ട്യൂബിൽ റബ്ബർ കോർക്കും ഗ്ലാസ് ട്യൂബും സിറിഞ്ചും ഘടിപ്പിച്ച സജ്ജീകരണം ഉറപ്പിക്കുക. അപ്പൊ സിറിഞ്ചിന്റെ പിസ്റ്റൺ പിന്നോട്ട് വലിക്കുക. ട്യൂബിലേക്കുള്ള വെള്ളം വീണ്ടും തിളയ്ക്കുന്നതായി കാണാം. അപ്പൊ മർദ്ദം കുറയുമ്പോൾ തിളനില കുറയുന്നതാണ് ഇതിന് കാരണം. അപ്പൊ മർദ്ദം കുറയുമ്പോൾ എന്താണ്? തിളനിലയും കുറയുന്നുണ്ട് എന്നാണ് കേട്ടോ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ മർദ്ദം കുറയുമ്പോൾ തിളനില കുറയുന്നു. ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. ഉയരം കൂടുന്ന പർവ്വത പ്രദേശങ്ങളിൽ തുറന്ന പാത്രത്തിൽ പാചകത്തിൽ സമയം കൂടുതൽ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിൽ എന്താണ് മർദ്ദം കുറവാണ് അല്ലെ. അപ്പൊ മർദ്ദം കുറയുമ്പോൾ എന്താണ്? തിളനിലയും കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാചകത്തിന് സമയം കൂടുതൽ എടുക്കുന്നത് പർവ്വത പ്രദേശങ്ങളിലൊക്കെ. ഓക്കെ. ഇനി മർദ്ദം വർദ്ധിക്കുമ്പോൾ തിളനിലയ്ക്ക് എന്ത് മാറ്റം വരും? എന്ത് മാറ്റമാണ് നമ്മൾ പറഞ്ഞത്? വർദ്ധിക്കുമ്പോൾ തിളനിലയും കൂടും അല്ലെ. അപ്പൊ പ്രഷർ കുക്കറിൽ പാചകം എളുപ്പമാകുന്നത് എങ്ങനെയാണ്? പ്രഷർ കുക്കറുകൾ അടച്ചു വെച്ച് ചൂടാക്കുമ്പോൾ അതിൽ നിന്ന് നീരാവി പുറത്തു പോകുന്നില്ല. അതിനനുസരിച്ച് ഉള്ളിലെ മർദ്ദം വർദ്ധിക്കുന്നു. അപ്പൊ തിളനിലയ്ക്ക് എന്ത് മാറ്റാ സംഭവിക്കാം? തിളനിലയും കൂടും അല്ലെ. ഓക്കെ. മർദ്ദം കൂടുമ്പോൾ തിളനില കൂടും. മർദ്ദം കുറയുമ്പോൾ തിളനില കുറയാണ് ചെയ്യുന്നത്. അടുത്ത ജലത്തിന്റെ താപധാരിത ആണ് ട്ടോ. ഒരേപോലുള്ള 2 ബീക്കറുകളിൽ ഒന്നിൽ ജലവും മറ്റേതിൽ അതേ മാസ് വെളിച്ചെണ്ണയും എടുക്കുന്നു. അവ ഒരു വാട്ടർ ബാത്തിൽ വെച്ച് ചൂടാക്കുന്നു. ബീക്കറിലെ ദ്രാവകങ്ങൾ നിരന്തരം ഇളക്കിക്കൊണ്ടിരിക്കണം. നിശ്ചിത ഇടവേളകളിൽ താപനില രേഖപ്പെടുത്തുന്നു. ഒരേ അളവിൽ ജലത്തിനും വെളിച്ചെണ്ണയ്ക്കും താപോർജ്ജം നൽകുമ്പോൾ അതിന്റെ താപനിലയാണ് നിശ്ചിത സമയത്തിനുള്ളിൽ കൂടുന്നത്. ഏതിന്റെ താപനിലയാണ് കൂടുതൽ ഉയരുന്നത്? എന്തുകൊണ്ട് എന്നാണ് ഇവിടെ ചോദിച്ചത് കേട്ടോ. അപ്പൊ എന്താണ് താപധാരിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വിശിഷ്ട താപധാരിത എന്ന് കൊടുത്തിട്ടുണ്ട്. താപധാരിത ഒരു പദാർത്ഥത്തിന്റെ താപനില 1°C ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിന്റെ അളവാണ് അതിന്റെ താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ഒരു
പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിന്റെ അളവാണ് അതിന്റെ താപധാരിത. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ എന്താണ് നിശ്ചിത എന്താണ് അതായത് വെളിച്ചെണ്ണയും അതുപോലെ എന്താണ് ഒരു ബീക്കറിൽ ഒന്നിൽ ജലവും മറ്റേതിൽ വെളിച്ചെണ്ണയാണ് നമ്മൾ ചൂടാക്കുന്നത് അല്ലെ. അപ്പൊ ജലത്തിന്റെ വെളിച്ചെണ്ണയേക്കാൾ എന്താണ് താപോർജം എന്താണ് കൂടുതലാണ് കേട്ടോ. അതായത് ജലത്തിന്റെ താപനില 1 ഡിഗ്രി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപോർജം വെളിച്ചെണ്ണയ്ക്ക് ആവശ്യമായതിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് എന്താണ് ഒരേ അളവിൽ ചൂട് നൽകുമ്പോൾ വിശിഷ്ട താപോർജ്ജം കുറഞ്ഞ വെളിച്ചെണ്ണയുടെ താപനില എന്താണ് വേഗത്തിൽ വർദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ താപധാരിത കുറവ് എന്തിനാണുള്ളത്? നമ്മുടെ വെളിച്ചെണ്ണക്കാണ് താപധാരിത കുറവുള്ളത്. വെളിച്ചെണ്ണയേക്കാൾ കൂടുതൽ എന്താണ് താപധാരിത ഉള്ളത് ജലത്തിനാണ്. ഓക്കെ, ഇനി വാഹനങ്ങളുടെ റേഡിയേറ്ററുകളിൽ പ്രത്യേകതരം കൂളന്റും ജലവും അടങ്ങിയ മിശ്രിതം ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനായിരിക്കും എന്നാണ് കേട്ടോ. അതിനുള്ള വേറൊരു പോയിന്റ് ഇവിടെ കൊടുത്ത് ചൂടുള്ള പദാർത്ഥങ്ങളെ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നു കേട്ടോ. ഇനി വാഹനങ്ങളുടെ റേഡിയേറ്ററുകളിൽ പ്രത്യേകതരം കൂളന്റും ജലവും അടങ്ങിയ മിശ്രിതം ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെന്തിനായിരിക്കും? കാരണം എന്താണ്? വെള്ളത്തിന് വിശിഷ്ട താപോർജ്ജം വളരെ കൂടുതലാണല്ലേ. അതായത് വലിയ അളവിൽ ചൂട് ആഗിരണം ചെയ്താലും വെള്ളത്തിന്റെ താപനില പെട്ടെന്ന് വർദ്ധിക്കില്ല. ഓക്കെ, അപ്പൊ ഇത് എന്താണ്? എഞ്ചിനിലെ അമിതമായ ചൂട് വലിച്ചെടുത്ത് എഞ്ചിനെ തണുപ്പിച്ച് നിർത്താൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ എന്താണ്? വെള്ളത്തിലെ അതായത് കൂളന്റ് ചേർക്കുന്നതിലൂടെ എന്താണ് ലായനിയുടെ തിളനില ഉയരുന്നുണ്ട്. ഇത് വളരെ ഉയർന്ന താപനിലയിലും വെള്ളം തിളച്ച് ആവിയായി പോകാതെ ദ്രാവകാവസ്ഥയിൽ തന്നെ തുടരാൻ സഹായിക്കുന്നുണ്ട്. ഇതിനാണ് കൂളന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഹെഡിങ് ആണ് ജലത്തിന്റെ ഘടന. ഒരു ജലതന്മാത്രയിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും അടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം H2O എന്നാണ് ഫോർമാറ്റ്. അപ്പൊ ഭൂമിയുടെ ജീവൻ ഉത്ഭവിക്കുന്നതിന് തന്നെ കാരണമായ അമൂല്യമായ പ്രകൃതി വിഭവമാണല്ലോ ജലം. ജലത്തിന്റെ പ്രധാന രാസഭൗതിക സ്വഭാവങ്ങളെ പറ്റി കൂടുതൽ പറയാൻ മനസ്സിലാക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് ജലത്തിന്റെ സവിശേഷതകളെ പറ്റിയാണ് പറയുന്നത്. ഒരേ സമയം ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിൽ കാണപ്പെടുന്ന പ്രകൃതിദത്തമായ പദാർത്ഥമാണ് ജലം. ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്നാണ് ജലം ഉണ്ടാകുന്നതെങ്കിലും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും സ്വഭാവം ജലത്തിൽ അവശേഷിക്കുന്നില്ല. അപ്പൊ ഓക്സിജൻ സാധാരണ ഏത് അവസ്ഥയിലാണ് കാണുന്നത്? നമുക്കറിയാം വാതകാവസ്ഥയിലാണ് അല്ലെ, വാതകാവസ്ഥയിലാണ്. എന്നാൽ ജലം സാധാരണ ഏത് അവസ്ഥയിലാണ് കാണുന്നത്? ദ്രാവകാവസ്ഥയിലാണ് അല്ലെ. ജലം ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും ജലം ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നത്? അപ്പൊ ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത് അല്ലെ. എന്നാൽ അവ ചേർന്നുണ്ടാകുന്ന ജലം ദ്രാവകമാകാനുള്ള കാരണം എന്താണ്? ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് കേട്ടോ. ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഇവിടെ പഠിക്കാനുണ്ട്. അപ്പൊ ജലതന്മാത്രകൾക്കിടയിൽ ശക്തമായ ഒരു ആകർഷണ ബലം നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ജലം തന്മാത്രകൾക്കിടയിൽ പ്രത്യേകമായ ഒരു ആകർഷണ ബലമുണ്ട്. ജലത്തിന്റെ പല സവിശേഷ സ്വഭാവങ്ങൾക്കും കാരണം ഈ ആകർഷണ ബലമാണ്, അതല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പൊ ജലം അന്തരീക്ഷ താപനിലയിൽ ദ്രാവകമായിരിക്കുന്നതിനും ജലത്തിന്റെ പ്രതല ബലത്തിനും എല്ലാം കാരണം ഇതാണ്. ഈ പരസ്പര ആകർഷണ ബലം ജലതന്മാത്രങ്ങളെ ചേർത്തു നിർത്തുന്നില്ലെങ്കിലും അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ഓർത്തു നോക്കൂ. ജലം വാതകാവസ്ഥയിൽ തന്നെയായിരിക്കും നിലനിൽക്കുക. അപ്പോൾ പുഴകളും സമുദ്രങ്ങളും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. പ്രകൃതിയിൽ ജീവജാലങ്ങൾ ഒന്നും തന്നെ കാണപ്പെടാനും സാധ്യതയില്ല. ഹൈഡ്രജനും ഓക്സിജനും സംയോജിച്ചാണല്ലോ ജലം ഉണ്ടാകുന്നത്. അപ്പൊ ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ജലത്തെ വൈദ്യുത വിശ്ലേഷണം ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കാം. ജലത്തെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ജലത്തെ വൈദ്യുത വിശ്ലേഷണം ചെയ്യുന്ന ഉപകരണമായ ഹോഫ്മാൻ ജല വോൾട്ടമീറ്റർ ആണ് ചിത്രത്തിലുള്ളത് കേട്ടോ. എന്താണ് ജലത്തെ വൈദ്യുത വിശ്ലേഷണം ചെയ്യുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? ഹോഫ്മാൻ ജല വോൾട്ടമീറ്റർ ആണ് കേട്ടോ. ജല വോൾട്ട് മീറ്റർ, ഹോഫ്മാൻ ജല വോൾട്ടമീറ്റർ ആണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പൊ ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗം ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് ഹൈഡ്രജനും പോസിറ്റീവ് ഭാഗം ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് ഓക്സിജനും ഉണ്ടാവുന്നു. ഓക്കെ, ഒരു പദാർത്ഥം തണുക്കുമ്പോൾ അതിന്റെ വ്യാപ്തം സാധാരണയായി കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു പദാർത്ഥം തണുക്കുമ്പോൾ അതിന്റെ വ്യാപ്തം കുറയാണ്. ഒരു ബോട്ടിലിൽ ജലം ഐസായി മാറിയപ്പോൾ അതിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിച്ചു? ജലം ഐസായി മാറുമ്പോൾ അതിന്റെ വ്യാപ്തം വർദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കുക അല്ലെ. അതിനാൽ അതിന്റെ സാന്ദ്രത കുറയുന്നു. അപ്പൊ വ്യാപ്തം വർദ്ധിക്കുമ്പോൾ സാന്ദ്രത കുറയാണ് ചെയ്യട്ടോ. ഒരു ഐസ് കഷ്ണം ജലത്തിലിട്ടാൽ അത് ജലോപരിതലത്തിൽ പൊങ്ങിക്കെടുക്കുന്നതിന് കാരണം ഇനി നിങ്ങൾക്ക് സ്വയം വിശദീകരിക്കാമോ? എന്തുകൊണ്ടായിരിക്കും?
ജലം ഐസായി മാറുമ്പോൾ അതിന്റെ വ്യാപ്തം വർദ്ധിക്കുന്നു എന്ന് മനസ്സിലായല്ലോ. അതിനാൽ അതിന്റെ സാന്ദ്രത കുറയുന്നുണ്ട് അല്ലെ. ഒരു ഐസ് കഷ്ണം ജലത്തിലിട്ടാൽ അത് ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം ഇനി നിങ്ങൾക്ക് സ്വയം വിശദീകരിക്കാമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ജലം ഐസായി മാറുമ്പോൾ അതിന്റെ സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനാൽ ഐസ് വെള്ളത്തിന് മുകളിൽ ഐസ് എന്താണ് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇവിടെ തണുപ്പ് രാജ്യങ്ങളിൽ സാധാരണയായി താപനില പലപ്പോഴും 0°C താഴെ വരും. അപ്പോൾ അവിടെ നദികളും തടാകങ്ങളുമുള്ള ജലം പൂർണ്ണമായും ഐസായി മാറിയാലോ ജലജീവികളിൽ ഐസിനുള്ളിൽ പെട്ട് നശിച്ചു പോവില്ലേ? ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? എന്തായിരിക്കും കാരണം എന്നാണ് കേട്ടോ. അപ്പൊ എന്താണ്, അതായത് തണുപ്പ് കൂടുമ്പോൾ എന്താണ് ജലാശയങ്ങളുടെ ഉപരിതലം ഐസായി മാറെങ്കിലും താഴെയുള്ള ജലം എന്താണ് ദ്രാവകാവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത് കേട്ടോ. ഇതിന് കാരണം ജലത്തിന്റെ അസാധാരണ വികാസം എന്നുള്ള ഒരു സവിശേഷത കൊണ്ടാണ്. അപ്പൊ മുകളിലെ ഈ ഐസ് പാളി മുകളിലെ രൂപപ്പെടുന്ന ഈ ഐസ് പാളി ഇതാണ് ഒരു പുതപ്പ് പോലാണ് പ്രവർത്തിക്കുന്നത്. ഇത് അന്തരീക്ഷത്തിന്റെ കഠിനമായ തണുപ്പ് താഴെയുള്ള വെള്ളത്തിലേക്ക് എത്തുന്നതിനെ തടയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്താണ് അതിലുള്ള ജലജീവികൾക്കൊന്നും എന്താണ് നശിച്ചു പോവാതെ ഇരിക്കുകയും ചെയ്യും. ഓക്കെ. 2 ബീക്കറുകളിൽ ഒരേ അളവിൽ ജലം എടുക്കുക. ഒന്നിൽ കുറച്ച് കറിയുപ്പ് ലയിപ്പിക്കുക. ഓരോ ബീക്കറിലെയും ജലത്തിന്റെ തിളനില തെർമോമീറ്റർ ഉപയോഗിച്ച് കണ്ടെത്തുക. കറിയുപ്പ് ലയിച്ചു ചെന്ന ജലത്തിന്റെ തിളനില എന്ത് വ്യത്യാസമാണ് കാണുന്നതാണ് കേട്ടോ. ഉപ്പ് പോലുള്ള പദാർത്ഥങ്ങൾ ചേർത്ത് ജലത്തിന്റെ തിളനില ശുദ്ധജലത്തിന്റെ തിളനിലയേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ. അപ്പൊ ഉപ്പ് ചേർക്കുമ്പോൾ ജലം തിളയ്ക്കാൻ കൂടുതൽ ഊർജ്ജം ആവശ്യമായി വരുന്നു. അതിനാൽ ഉപ്പുവെള്ളത്തിന്റെ തിളനില ശുദ്ധജലത്തിന്റേതിനേക്കാൾ കൂടുതലാവുന്നത്. അപ്പൊ ഉപ്പുവെള്ളത്തിന്റെ തിളനില എന്താണ് ശുദ്ധജലത്തിനേക്കാൾ കൂടുതലാണ് കേട്ടോ. അടുത്തത് ജലമലിനീകരണം. ജലം ഒരു സാർവിക ലായകമാണെന്ന് മനസ്സിലാക്കിയല്ലോ. വിവിധ പദാർത്ഥങ്ങൾ ലയിപ്പിക്കാനുള്ള കഴിവ് ജലത്തിന്റെ ശുദ്ധത നഷ്ടമാകാൻ കാരണമാകുന്നതായും നമുക്ക് കാണാം. അപ്പൊ വിവിധ പദാർത്ഥങ്ങളെ ലയിപ്പിക്കാനുള്ള കഴിവ് ജലത്തിന്റെ ശുദ്ധത നഷ്ടമാകാൻ കാരണമാകുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പുഴകളും തോടുകളും സമുദ്രങ്ങളും എല്ലാം മലിനീകരിക്കപ്പെടുന്നുണ്ട്. എന്തൊക്കെയാവാം അതിനുള്ള കാരണം? കൃഷിയിടങ്ങളിൽ നിന്നുള്ള രാസവസ്തുക്കൾ, ഫാക്ടറികളിൽ നിന്നുള്ള രാസവസ്തുക്കൾ, വാഹനങ്ങളിൽ നിന്നുള്ള എണ്ണകൾ, പിന്നെ എന്തൊക്കെയായിരിക്കും ഗാർഹിക അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് ഒക്കെ അല്ലെ പുയൽ കൊണ്ട് തള്ളുന്നത്, പിന്നെ അതുപോലെ കന്നുകാലികളെ കുളിപ്പിക്കുന്നതും വസ്ത്രങ്ങൾ കഴുകുന്നതും ഒക്കെ എന്താണ് നമ്മുടെ തോടുകളും സമുദ്രങ്ങളും ഒക്കെ മലിനീകരിക്കപ്പെടാന് കാരണമാണ്. നിങ്ങളുടെ വീടിന്റെയും വിദ്യാലയത്തിന്റെയും പരിസരത്ത് ജലമലിനീകരണത്തിന് കാരണമാവുന്ന രാസവസ്തുക്കൾ കണ്ടെത്തുക. ഇനി ജലമലിനീകരണം മൂലമുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ജലസസ്യങ്ങളുടെ നാശം, ഭക്ഷ്യശൃംഖലയുടെ നാശം, മണ്ണ് മലിനീകരണം, രോഗങ്ങൾ, പിന്നെന്തൊക്കെയാണ് കുടിവെള്ളക്ഷാമം വരാം അല്ലെ. അതുപോലെ ജലജീവികളുടെ വംശനാശം, അതായത് മത്സ്യങ്ങളും മറ്റു ജലജീവികളും കൂട്ടമായിട്ട് ചത്തുപൊങ്ങാനൊക്കെ മലിനീകരണം കാരണമാകുന്നുണ്ട്. അപ്പൊ ശുദ്ധജലം മനുഷ്യന്റെ ഒരു അടിസ്ഥാന ആവശ്യമാണ്. എന്നാൽ നമ്മുടെ ലോകത്ത് ധാരാളം ആളുകൾക്ക് അത് കിട്ടാക്കനിയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വർഷം തോറും വിവിധ ജലജന്യ രോഗങ്ങൾ കാരണം മരിക്കുന്നുണ്ട്. ജലാവകാശം ജന്മാവകാശം എന്ന മുദ്രാവാക്യം ഈ സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത് കേട്ടോ. പിന്നെ ഇതിന്റെ തുടർ പ്രവർത്തനമാണ് വിലയിരുത്തുക എന്നുള്ള ഭാഗമാണ് വരുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് അതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ വിലയിരുത്താം എന്നുള്ള ഭാഗം നോക്കാം. തിളനിലയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തിളനിലയിൽ എത്തിയ ജലത്തെ വീണ്ടും ചൂടാക്കുമ്പോൾ എന്തു മാറ്റമാണ് ഉണ്ടാവുക? എന്ത് മാറ്റാണ്? തിളനിലയിൽ എത്തിയ ജലത്തെ വീണ്ടും ചൂടാക്കിയാലും അതിന്റെ താപനില വർദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കട്ടോ. നൽകുന്ന താപോർജ്ജം ദ്രാവകാവസ്ഥയിലുള്ള ജലത്തെ വാതകാവസ്ഥയിലേക്ക്, അതായത് നീരാവിയാക്കി മാറ്റാനാണ് ഉപയോഗപ്പെടുത്തുന്നത്. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജലത്തിന്റെ തിളനില താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെ വ്യത്യാസപ്പെടും എന്ന് എഴുതുക എന്നാണ് കേട്ടോ. അപ്പൊ ഉയർന്ന പ്രദേശങ്ങളിൽ നമുക്കറിയാം എന്താണ് അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ തിളനിലയും കുറയുന്നു. മർദ്ദം കുറയുമ്പോൾ തിളനില കുറയാണ് ചെയ്യുന്നത്. എന്നാൽ സമുദ്രനിരപ്പിൽ എന്താണ് തിളനില ഏകദേശം 100°C തന്നെ ആയിരിക്കും കേട്ടോ, സാധാരണയായിരിക്കും. വായു നിർമാർജിത പാത്രങ്ങളിൽ എങ്ങനെയായിരിക്കും? വായു നീക്കം ചെയ്ത പാത്രങ്ങളിൽ, അതായത് മർദ്ദം കുറയുന്നതിനാൽ എന്താണ് തിളനിലയും കുറയാണ് കേട്ടോ ചെയ്യാം. ഇനി പ്രഷർ കുക്കറുകളിൽ മർദ്ദം കൂടുന്നതിനാൽ തിളനില കൂടുന്നു. ഏകദേശം 120°C വരെ ഉണ്ടാവും കേട്ടോ, ഉയരും. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? തന്മാത്രകളുടെ പരസ്പര ആകർഷണ ബലം ജലോപരിതലത്തിൽ അതിന്റെ പരപ്പളവ് കുറയുന്ന തരത്തിൽ ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതെങ്ങനെ തെളിയിക്കാം കേട്ടോ, ഒന്നുകൂടി നോക്കാം. തന്മാത്രകളുടെ പരസ്പര ആകർഷണം മൂലം ജലോപരിതലത്തിൽ അതിന്റെ പരപ്പളവ് കുറയുന്ന തരത്തിൽ ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതെങ്ങനെ തെളിയിക്കാം എന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. എന്താ നമ്മൾ പഠിച്ചത്? ജലം ഒരു സാർവിക ലായകമാണെന്ന് പഠിച്ചു. അപ്പൊ ജലതന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം, അതായത് കൊഹിഷൻ പോലെ തന്നെ മറ്റു വസ്തുക്കളുടെ തന്മാത്രകളുമായി ആകർഷിക്കപ്പെടാനുള്ള കഴിവും, അതായത് അഡ്ഹീഷൻ ജലത്തിനുണ്ട്. ഇതുമൂലം പലതരത്തിലുള്ള മാലിന്യങ്ങളും രാസവസ്തുക്കളും ജലത്തിൽ വേഗത്തിൽ ലയിച്ചു ചേരാണ്. ഇത് ജലത്തിന്റെ ശുദ്ധി നഷ്ടപ്പെടാനും കാരണമാകുന്നു. ഇനി നാലാമത്തത്, ജലത്തിന്റെ 3 സവിശേഷതകളും അത് നിത്യജീവിതത്തിൽ നാം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളും എഴുതാനാണ് കേട്ടോ.
എന്തൊക്കെ സവിശേഷതകൾ നമ്മളിപ്പോ പഠിച്ചത്? വിശിഷ്ട താപോർജ്ജം പഠിച്ചു അല്ലെ? പിന്നെ സാർവിക ലായകാണ്, അതുപോലെ അസാധാരണ വികാസവും പഠിച്ചു. അപ്പൊ എന്താണ് വിശിഷ്ട താപോർജ്ജം, ഉയർന്ന വിശിഷ്ട താപോർജ്ജം ഉണ്ട് അല്ലെ ജലത്തിന്. അത് നമ്മൾ വാഹനങ്ങളുടെ റേഡിയേറ്ററുകളിലൊക്കെ കൂളന്റ് ആയിട്ട് ജലത്തെ ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇത് സാർവിക ലായകമായതുകൊണ്ട് തന്നെ ലബോറട്ടറികളിലും അതുപോലെ വ്യവസായങ്ങളിലും പിന്നെ പദാർത്ഥങ്ങളെ ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ജലമാണ്. പിന്നെ അസാധാരണ വികാസം എന്താണ് മറ്റൊരു പ്രത്യേകത ആണ് അല്ലെ. അപ്പൊ തണുത്ത രാജ്യങ്ങളിൽ ജലജീവികളുടെ അതിജീവനത്തിന് സഹായിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത് ഈ മൂന്നും എന്താണ് ജലത്തിന്റെ സവിശേഷതയാണ് ട്ടോ. ഉയർന്ന വിശിഷ്ട താപോർജ്ജം, സാർവിക ലായകം, അസാധാരണ വികാസം. പിന്നെ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. ചിത്രം നിരീക്ഷിക്കുക. ജലതന്മാത്രകളുടെ പരസ്പര ആകർഷണവും ജലതന്മാത്രകളുടെ മറ്റു വസ്തുക്കളുമായുള്ള ആകർഷണ ബലവും താരതമ്യം ചെയ്ത് ഗ്ലാസ് ട്യൂബിനുള്ളിലെ ജലനിരപ്പ് ഉയരാനുള്ള കാരണം വിശദീകരിക്കാമോ എന്നാണ്. അപ്പൊ ചിത്രത്തിൽ കാണുന്ന പോലെ ജലത്തിന്റെ ഉപരിതലം എന്താണ് അവതല ആകൃതിയിലാണ് അല്ലെ. അവതല ആകൃതിയിൽ ഇരിക്കാൻ കാരണം എന്താണ് അഡ്ഹീഷൻ ബലാണ് ട്ടോ. ഓക്കെ. അപ്പൊ കൊയ്ഷൻ ബലത്തേക്കാൾ അഡ്ഹീഷൻ ബലാണുള്ളത്. അപ്പൊ അഡ്ഹീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ജല തന്മാത്രകളും ഗ്ലാസ് തന്മാത്രകളും തമ്മിലുള്ള ആകർഷണമാണ്. ഓക്കെ. നമ്മൾ കൊയ്ഷനോ ജല തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ്. അപ്പൊ ഗ്ലാസ് തന്മാത്രകൾ ജലത്തെ കൂടുതൽ ശക്തിയായി ആകർഷിക്കുന്നതിനാൽ വെള്ളം ഗ്ലാസ് ഭിത്തിയിലൂടെ അല്പം മുകളിലേക്ക് ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് കൊയ്ഷനേക്കാൾ എന്താണ് അഡ്ഹീഷൻ ബലം കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പിന്നെ നമ്മുടെ വെള്ളം എന്താണ് ഗ്ലാസ് ഭിത്തിയിലൂടെ അല്പം മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ വിലയിരുത്താന്നുള്ള ഭാഗം. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.